ഹായ് ഹലോ ഗോൾഡൻ ചാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചൈൽഡ് ഡിപ്പെൻഡൻറ്റ് വിസ വിത്തൗട്ട് BRP കാർഡ് അതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കാം. ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാരത് നോക്കിയാൽ മതി. യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ ഓപ്ഷൻ. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ചൈൽഡിന് ആവശ്യമാണ്. ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലൈ ഓൺലൈൻ ആസ് യുവർ ചൈൽഡ് ഇൻസൈഡ് ഇൻ ദ UK. വേർ ആർ യു പ്ലാനിങ് ടു ലൈവ്? ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഡു യു ഹാവ് കറണ്ട് ഈ യൂണിയനിൽ പാസ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഡു യു ഹാവ് എ UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്? നോ കൊടുക്കുക. ഡിപ്പെൻഡ് ചൈൽഡ് എന്നുള്ളത് ആ ഇൻട്രൊഡക്ഷനകത്ത് നിങ്ങൾ ഏതെങ്കിലും പാർട്ട് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ആ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കുക. അപ്ലൈ നൗ കൊടുക്കുക. യുവർ ലൊക്കേഷൻ, ആർ യു കറൻ്റ്ലി ഇൻ ദ UK? യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻസ്? നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. രജിസ്റ്റർ ആൻ ഇമെയിൽ, നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുത്താൽ മതി. ഞാനിവിടെ മെയിൻ ആപ്ലിക്കൻ്റിൻ്റെ ഇമെയിൽ തന്നെയാണ് കൊടുക്കുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പർ കേസ് ഉണ്ടായിരിക്കണം, ലോവർ കേസ് ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, ഒരു സിമ്പിൾ ഉണ്ടായിരിക്കണം. ഇത് വെച്ച് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ. താഴെ കൺഫേം പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. വെരിഫിക്കേഷൻ ഇമെയിൽ ഹാസ് ബീൻ സെൻഡ്, നിങ്ങളുടെ ഇമെയിലിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. അത് വെരിഫൈ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായി തന്നെ സൈൻ ഔട്ട് ആവും. വീണ്ടും വന്ന് സൈൻ ചെയ്യുക. പാസ്വേഡ് കൊടുത്ത് സൈൻ ചെയ്യുക. രജിസ്ട്രേഷൻ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ സമ്മൺ എൽസ് ആണ് കൊടുക്കുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇമിഗ്രേഷൻ അഡ്വൈസർ നോ കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ. പേഴ്സൺ യു ആർ അപ്ലൈയിങ് ടു റിമൈൻ ഇൻ ദ UK വിത്ത് ദ മെയിൻ ആപ്ലിക്കൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഗിവൺ നെയിം നെയിമും ഫാമിലിനകത്ത് സർനെയിം എന്നുള്ളത്. സേവ് ആൻഡ് കണ്ടിന്യൂ. മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെയാണ് നാഷണാലിറ്റി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ കൊടുക്കുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ. മീൻസ് നെഗോഷ്യബിൾ പണിക്ക് റിലേഷൻഷിപ്പ് വിത്ത് യു. പേരൻ്റാണോ ചോദിക്കുന്നു. യെസ് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ് കൊടുക്കുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ. മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ UK ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് സ്കിൽഡ് വർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ യെസ് ഐ ഹാവ് ദെയർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് നമ്പർ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ VRP നമ്പർ കൊടുക്കുക, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. അവിടെ വിസ എൻഡ് ഡേറ്റ് ഡു യു നോ എന്ന് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ. നിങ്ങളുടെ വിസ എൻഡ് ഡേറ്റ് അറിയില്ലെന്നുണ്ടെങ്കിൽ ഈ വിസ ചെയ്തിട്ട് അതിനകത്ത് ഡേറ്റ് കാണും. ആ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ്, അവിടെ യെസ് കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ. മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ COS ആണോ, യെസ് കൊടുക്കുന്ന COS നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ COSൻ്റെ വർക്ക് സ്റ്റാർട്ട് ഡേറ്റ് ആണ് ചോദിക്കുന്നത്. ഡേ മന്ത് ഇയർ ഫോർമാറ്റിൽ കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കും. ഇത് നിങ്ങളുടെ COS കാണും.
അതുകൊണ്ട് ഇവിടെ വർക്ക് എൻഡ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ COSലുണ്ട്. ഇത് ഫോർമാറ്റ് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ. ഇൻഡെഫിനിറ്റ്ലി ലീവ് ടു റിമൈൻ ഓർ സിറ്റിസൺഷിപ്പ് അവിടെ നോ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ. സ്പോൺസർ ലൈസൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് മെയിൻ ആപ്ലിക്കൻ്റിൻ്റെ COC കാണും. അത് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഒക്കുപേഷണൽ ക്ലാസിഫിക്കേഷൻ കോഡ് അതായത് SOC കോഡ് ചോദിക്കുന്നു. അത് COC നോക്കി ആ നമ്പർ ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്തിട്ടുള്ള SOC കോഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ചേഞ്ചസ് ഒന്നുമില്ല തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഹെൽത്ത് ആൻഡ് കെയർ വിസ പ്ലേസ് കൊടുത്ത് ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് നോ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സ്പോൺസർ സർട്ടിഫൈ മെയിൻ്റെനൻസ് അവിടെ കൊടുക്കുന്നു. കണ്ടിന്യൂ. സേവ് ആൻഡ് കണ്ടിന്യൂ. നിങ്ങളുടെ COSൽ അത് കാണും. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഒന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ദ ആപ്ലിക്കേഷൻ നോട്ട് സ്റ്റാർട്ട് കാണിക്കുന്നത്. ആൻസർ ദ ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ചൈൽഡിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കണം. ഇവിടെ എനി അതർ നെയിംസ് കൊടുക്കുന്നു. നോ. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ചൈൽഡിൻ്റെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ മെയിൻ ആപ്ലിക്കൻ്റ് ആരാണോ അവരുടെ ഇമെയിൽ ID കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. ചൈൽഡിൻ്റെ ടെലിഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. മെയിൻ ആപ്ലിക്കൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. വേർ ഡു യു യൂസ് ദിസ് ടെലിഫോൺ നമ്പർ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ചൈൽഡിൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അതവിടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്ത് ഫൈൻഡ് അഡ്രസ്സ് ചെക്ക് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് മാനുവലി ടൈപ്പ് ചെയ്താലും മതി. ഈസ് ദിസ് വെയർ യു ലിവ്? യെസ് കൊടുക്കുന്നു. എന്ന് മുതലാണെന്നത് മന്ത് ഇയർ. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് യുവർ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. നിങ്ങളുടെ ചൈൽഡ് മെയിലാണോ ഫീമെയിലാണോ? ഞാനിവിടെ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സിംഗിൾ സെലക്ട് ചെയ്യുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. യുവർ നാഷണാലിറ്റി, ഡേറ്റ് ആൻഡ് കൺട്രി ഓഫ് ബർത്ത്. കൺട്രി ഓഫ് നാഷണാലിറ്റി ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ചൈൽഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു. ഇവിടെ കൺട്രി ഓഫ് ബർത്ത് ഞാനിവിടെ ഇന്ത്യ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ വെച്ചാണ് കുട്ടി ജനിച്ചെങ്കിൽ ഇവിടുത്തെ യുണൈറ്റഡ് കിങ്ഡം കൊടുത്താൽ മതി. പ്ലേസ് ഓഫ് ബർത്ത് അത് കുട്ടിയുടെ പാസ്പോർട്ടിൽ ആ സ്ഥലം കാണും. അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. യുവർ പാസ്പോർട്ട് യെസ് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എല്ലാം കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. ഡു യു ഹാവ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്? നോ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. യുവർ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് യെസ് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. യുവർ കറണ്ട് വിസ അത് കുട്ടിയുടെ ഈ വിസ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റാർട്ട് ഡേറ്റും കാണും, എൻഡ് ഡേറ്റും കാണും, എക്സ്പയറി ഡേറ്റും കാണും. അത് അവിടെ ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ചൈൽഡ് വന്നിട്ട് എത്ര നാളായെന്നതാണ്. UK വന്നിട്ട് അത് ടോട്ടൽ ഇയർ കൊടുക്കുക, മന്ത് കൊടുക്കുക. ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി UK ഞാനിവിടെ എസ് കൊടുക്കുന്നു. കാരണം വീണ്ടും പുറത്ത് പോയായിരുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾ നോ ആണെങ്കിൽ നോ കൊടുക്കുക.
ഏത് രാജ്യത്താണ് പോയത്, എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളതും അതിൻ്റെ കാരണവും സഹിതം അതിനകത്ത് ടൈപ്പ് ചെയ്യാം. ഇനി അതർ ടൈം സ്പെൻഡ് ഔട്ട്സൈഡ് ദി UK, ഞാൻ ഇവിടെ നോ കൊടുക്കുന്നു. സേവ് ആൻഡ് കണ്ടിന്യൂ. നിങ്ങൾ യെസ് ആണെങ്കിൽ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ചൈൽഡ് സ്കൂളിൽ ചോദിക്കുന്നുണ്ട്, ഡു യു അറ്റൻഡ് സ്കൂൾ എന്ന് നോക്കുന്നു, നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ സെക്കൻഡ് പേരൻറ്റ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് പേരൻറ്റ് ഡീറ്റെയിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് പേരൻറ്റ് ഇവിടെ ഫാദറാണ്. ഫാദറിൻ്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. പേരൻ്റ് ഓർ ലീഗൽ ഗാർഡിയൻ, മെയിൻ ആപ്ലിക്കൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ. ഇനി അതർ പേരൻറ്റ്സ് ഓർ ലീഗൽ ഗാർഡിയൻസ്, നോ ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. പേരൻ്റ് റെസ്പോൺസിബിലിറ്റി, ചൈൽഡിൻ്റെ, അത് രണ്ടും ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ, സേവ് ആൻഡ് കണ്ടിന്യൂ. ഇവിടെ UK ട്രാവൽ ഹിസ്റ്ററി ചോദിക്കുന്നുണ്ട്. നോ, നിങ്ങൾക്ക് നോ ആണെങ്കിൽ നോ ഉണ്ടോ സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഞാനിവിടെ യെസ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഹൗ മെനി ടൈംസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യമാണ് പോയത്. ഇവിടെ ഒന്നൊന്ന് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അതിൻ്റെ റീസൺ കാണിക്കണം. അതിനകത്ത് ടൂറിസം ആണോ എന്താണെന്നുള്ളത് കാണിക്കണം. ഞാനിവിടെ അതർ റീസൺ കൊടുക്കുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നു. ഡേറ്റ് യു അറൈവ്ഡ് ഇൻ ദ UK കാണിക്കുന്നുണ്ട്. ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ കൊടുക്കുക. എത്ര നാൾ UK-ലുണ്ടായിരുന്നു, എത്ര വീക്സാണോ മന്താണോ എന്നുള്ളത്, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് വേൾഡ് ട്രാവൽ ഹിസ്റ്ററി, അങ്ങനെയുള്ളതൊന്നുമില്ല. അവിടെ നോ കൊടുക്കുന്നു. നിങ്ങൾക്ക് എസ് ആണെങ്കിൽ എസ് കൊടുത്ത് അത് കണ്ടിന്യൂ ചെയ്യാം. പ്രോബ്ലം വിത്ത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നു, നോ കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് വായിച്ച് നോക്കുക. അവിടെ ഞാൻ നോ കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ബ്രീച്ച് ഓഫ് UK ഇമിഗ്രേഷൻ ലോ, നോ കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ UK, നോ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. പബ്ലിക് ഫണ്ട്, നോ കൊടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. റെസ്പോൺസിബിൾ അഡൾട്ട് ഫോർ ബയോമെട്രിക്, ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. റിലേഷൻഷിപ്പ് ടു മിസ് സുനി കോശിപ്പണിക്കർ, യെസ് കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസേഴ്സൊക്കെ വായിച്ച് നോക്കുക. ചേഞ്ചസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഒന്നും ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡീഷണൽ ആപ്ലിക്കൻ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ചേഞ്ചസ് വല്ലതും വരുത്തുന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വീണ്ടും വരുത്താം, അല്ലെങ്കിൽ അഡീഷണൽ ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ അവിടെ യെസ് കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇതുപോലെ എനിക്ക് 1 ചൈൽഡേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട്, പിന്നെ NHS രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം വേണം. ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇത് വെരിഫിക്കേഷൻ കൺസെൻ്റ് ആണ്. ഡിക്ലറേഷൻ ഓഫ് കൺസെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഐ വിൽ പ്രൊവൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടീഷൻസ് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കുക. ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് ഡിക്ലറേഷൻ പാർട്ടാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഉചിതമായി സെലക്ട് ചെയ്യുക. ഞാൻ 3ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്, ഐ ആം ദ പേരൻ്റ് എന്നുള്ളത്. ഇതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ യെസ് കൊടുക്കുന്നു, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു.
അവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടി ഡിക്ലറേഷൻ ഉണ്ട്. ഞാനിവിടെ ഫാമിലി മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് ചോദിക്കുന്നത് ഹാവ് യു റിലേറ്റഡ് ടു ദി സുനി കോശി പണിക്കർ, അവിടെ ഹസ്ബൻഡ് ടൈപ്പ് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ. ഇവിടെ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുക. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കൺസെൻറ്റ് ഫോർ ദി ഹോം ഓഫീസ് ടു റിക്വസ്റ്റ് വെരിഫിക്കേഷൻ ചെക്ക് വന്നത് യെസ് കൊടുക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. കൊടുത്തിട്ടുള്ള ആൻസേഴ്സ് എല്ലാം വായിച്ച് നോക്കിയിട്ട് ചേഞ്ചസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ചൂസ് എ സർവീസ്. അത് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 324 GBP. ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കണം. 324 കണ്ടിന്യൂ എടുത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാർഡ് നമ്പർ, നെയിം, എക്സ്പയറി ഡേറ്റ്, സെക്യൂരിറ്റി കോഡ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലെ ബാങ്ക് ആപ്പിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെ അപ്രൂവ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് പെൻഡിങ് ആണ് കാണിക്കുന്നത്. കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യുക. അവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ കാണിച്ചു. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തായിരുന്നു. അതിൻ്റെ സൈൻ ചെയ്ത് നമുക്ക് ഫോം ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ അറ്റൻഡ് അപ്പോയിൻമെൻറ്റ്, അത് ബുക്ക് ചെയ്യുന്നു. ഇവിടെ പേര്, താഴെ UN നമ്പരൊക്കെ കാണിച്ചിട്ടുണ്ട്. ബുക്ക് യുവർ അപ്പോയിൻമെൻറ്റ്, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം ഇതിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും അയച്ചു തരും. എന്നിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യുക. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഇവിടെ നെയിമൊക്കെ കാണിക്കുന്നുണ്ട്. താഴെ പാസ്വേഡ് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. സിസ്റ്റം തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് തന്നുണ്ട്. അത് വേണ്ട. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഓപ്പൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. മാൻഡേറ്ററി ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം TLS കോൺടാക്റ്റ്, ഇമെയിൽ, SMS അതെല്ലാം ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക. മെയിൽ ചെക്ക് ചെയ്ത് വെരിഫൈ ഇമെയിൽ കൊടുക്കുക. അത് രജിസ്റ്റർ ചെയ്യുക. അത് പല ഓപ്ഷനുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാകും. സർവീസ് ചാർജ് ഉള്ളതുകൊണ്ട്, സർവീസ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് ഉചിതമായ രീതിയിൽ സെലക്ട് ചെയ്യുക. ചൈൽഡിൻ്റെ ബയോമെട്രിക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സെൻറ്ററിൽ പോയി അത് ചെയ്യണം. ആ ഡേറ്റ് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, ടൈം എല്ലാം അതിനകത്ത് കാണിച്ചിരിക്കും. അതനുസരിച്ച് ഒരു 15 അരമണിക്കൂറിന് മുമ്പ് എത്താൻ ശ്രമിക്കുക. അവിടെ എത്തി വെരിഫിക്കേഷൻ എല്ലാം കഴിയുമ്പോഴത്തേക്ക് 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് മെയിൽ വരും. അപ്രൂവലായി വന്നുണ്ട്. TLSൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരും. അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അവിടെയും ഒരു കൺഫർമേഷൻ മെയിൽ വരും. ബയോമെട്രിക്സ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വരികയും ചെയ്യും. വിസ ഓഫീസിൽ നിന്ന് നമുക്കൊരു അപ്ഡേഷൻ മെയിൽ വരികയും ചെയ്യും.
തുടർന്ന് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിസ സക്സസ്ഫുൾ ആണെന്ന് മെയിൽ വരികയും ചെയ്യും.